എന്റെ കൺമുന്നിൽ വെച്ചിട്ട് മോളെ തല്ലാറായോ? വിടന്നെ. കാര്യം അറിയാതെ അമ്മയുടെ ദേഹത്ത് കൈവെക്കരുത്. എന്താടി, നീ എന്നെ കുത്തുവോ? അതോ എന്റെ കഴുത്ത് വെട്ടുവോ? എന്നാ വെട്ട്. നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. മാഡം വേണ്ട, അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത് കഴിയട്ടെ. കുഞ്ഞിനെ കൊല്ലാൻ നോക്കല്ലേ? ജീവിക്കണ്ട. എന്റെ കൺമുന്നിൽ വെച്ചിട്ട് മോളെ തല്ലാറായോ? വിടന്നെ. കാര്യം അറിയാതെ അമ്മയുടെ ദേഹത്ത് കൈവെക്കരുത്. കൈവച്ചാലേ നിങ്ങളീ പറയുന്ന സിത്താര ശ്രീനിവാസനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. അറിയണോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഈ മോള് ചെയ്ത വീരകൃത്യം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കൃഷ്ണ ആശുപത്രി കിടക്കുന്നതേ എന്ത് കാരണത്താലാണെന്നറിയോ? കൃഷ്ണയെ കൊല്ലാൻ വേണ്ടി കൃഷ്ണയുടെ ശരീരത്തിലേക്ക് വണ്ടി അടിച്ച് കയറ്റിയതേ ഇവളാ, നിങ്ങളുടെ മോള്. ഗാഥ, നിൽക്കാനല്ലേ നിന്നോട് പറഞ്ഞേ? ഇതിന് കൃത്യമായ ഉത്തരം പറഞ്ഞിട്ട് പോയാ മതി. നീ സംശയിക്കപ്പെടാൻ ഒരു കാരണം ഇല്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് ഇവരിവിടെ വന്ന് കയറില്ല. ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് പോണം മമ്മി എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് ഇതുകൊണ്ടായിരുന്നു. സത്യം പറയാനല്ലേ പറഞ്ഞത്? അതെ, ഞാൻ തന്നെ ചെയ്തേ. ഞാൻ അവളെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത് സത്യ. ഇനി അതിന്റെ കാരണം എന്തെന്ന് കൂടെ അറിയണ്ടേ എല്ലാവർക്കും? എനിക്ക് പകരം നവീന്റെ മുന്നിൽ വേഷം കെട്ടാൻ പോയവള് എന്റെ നവീനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട്. നിങ്ങളൊക്കെ ശുദ്ധഗതിക്കാരി എന്ന് പറഞ്ഞു നടക്കുന്ന അവളില്ലേ, എന്റെ നവീനോടൊപ്പം കിടപ്പറ പങ്കിട്ടു എന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുള്ളതുകൊണ്ട്. നവീനും ഞാനും തമ്മിലുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ തടസ്സം അവളായതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവളെ കൊല്ലാൻ നോക്കിയത്. ഇപ്പൊ അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, പക്ഷെ ഞാൻ കൊല്ലും, കൊന്നിരിക്കും. കൃഷ്ണ നിന്നോട് ഇത്രയും സ്നേഹവും ആദരവും ഒക്കെ കാണിക്കുന്നെന്ന് അറിഞ്ഞിട്ടും നീ അവളെ കൊല്ലാൻ നോക്കിയല്ലേ? ഇനി ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത് നിന്നെ. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോവാൻ, ഇറങ്ങിപ്പോടി ഇവിടുന്ന്. തങ്കം, ഞാൻ അറിഞ്ഞില്ല, ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. ഒരിക്കലും കൃഷ്ണയ്ക്കൊന്നും ഒന്നും വരാൻ ഞാൻ ആഗ്രഹിക്കില്ല. ഒരു കാരണവശാലും ഞാൻ ആഗ്രഹിക്കില്ല. പ്ലീസ്, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടം. അത് നിങ്ങൾ സമ്മതിച്ചു തന്നില്ലെങ്കിലും
അവൾക്കറിയാം. നോക്ക്, എന്റെ മകള് ചെയ്ത തെറ്റിന് ഞാൻ മാപ്പ് ചോദിക്കാം. മാഡം പറയുന്നതൊക്കെ കേട്ട് അനുസരിച്ച് നിന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ എന്റെ മോളുടെ ദേഹത്തൊരാൾ തൊട്ട ക്ഷമിക്കാനുള്ള കഴിവ് ദൈവം എനിക്ക് തന്നിട്ടില്ല. അതിന് കാരണം എന്തെന്നറിയോ? എനിക്ക് അവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ആ ഒരു പിടി കൂടി വിട്ടുപോയാല് ഞാൻ പിന്നില്ല മാഡം. മോളിക്കുട്ടി, നമുക്ക് പോകാം. വാ. അമ്മ, അമ്മ, എന്റെ അമ്മ, അമ്മ, എന്റെ അമ്മ എവിടെ? അമ്മ, അമ്മ, എന്റെ അമ്മ. എനിക്ക് എന്റെ അമ്മയെ കാണണം. അമ്മ, അമ്മ, എന്റെ അമ്മയെ കാണണം. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്റെ അമ്മ എവിടെ? എന്റെ അമ്മ എവിടെ? സിസ്റ്റർ, എന്റെ അമ്മ എവിടെ? വിളിക്കാം, ഞാനിപ്പോ വിളിക്കാം.